right decision. Doctor said you have to put him down. ആരോണിന്റെ വിയോഗം താങ്ങാനാകാതെ വിതുമ്പുകയാണ് മീന. അവനെ അടക്കിയയിടത്ത് അവന് ഇഷ്ടമുള്ളതെല്ലാം ഒരുക്കി തിരികൾ തെളിയിച്ച് സദ്ഗതിക്കായി പൂജകൾ ചെയ്യുകയാണ് മീന. പന്ത്രണ്ട് ദിവസം മുൻപാണ് മീനയുടെ കുടുംബത്തിലെ വളർത്തുനായയായ ആരോൺ വിട പറയുന്നത്. കാണുന്നവരിൽ ചിലരെങ്കിലും ഇതിലിത്ര സങ്കടപ്പെടാനുണ്ടോ എന്ന് ചോദിക്കും. എന്നാൽ ഒരിക്കലെങ്കിലും മൃഗങ്ങളെ വളർത്തിയവർക്ക് ഈ കണ്ണീരിന്റെ വില മനസ്സിലാകും. Yeah, he was like a family member. Like he was one of my youngest son, 14 years. Last 6 months he was diagnosed with cancer. Somehow he managed for 5.5 months. Then last 15 days he couldn't walk and the tumor had grown very large. So we had to put him down with great difficulty. ബംഗളൂരു ഉത്തരഹള്ളിയിലെ വളർത്തുമൃഗങ്ങൾക്കായുള്ള സെമിത്തേരിയിൽ ഇതെല്ലാം പതിവ് കാഴ്ചകളാണ്. 5000-ലധികം അരുമകൾ ഉറങ്ങുന്ന സ്മാരകങ്ങൾ ഇവിടെയുണ്ട്. അവരെ കാണാൻ ഓരോ ഓർമ്മദിനത്തിലും പ്രിയപ്പെട്ടവർ ഓടിയെത്തും. I've been handling this cemetery for the past 5 years, and people come with a lot of emotions. You know, they receive unconditional love from their pets, and losing a beloved one, it's very hard on them. So they come with a lot of emotion. They go into depression. There are a lot of stories here. പീപ്പിൾ ഫോർ ആനിമൽ എന്ന കൂട്ടായ്മയാണ് ഈ ആശയത്തിന് പിന്നിൽ. It is one of the serene resting places for the pets. So what we call it as a secular cemetery. So people have buried their pets from all religion, from Parsi, Muslim, Hindu, Buddhist, Sikhs. So all come and buried their pets here. So it's a very with lots of trees and very lush green cemetery. ഇവിടെ വന്നപ്പോൾ പെറ്റ്സിനെ ഇത്രയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെന്ന് മനസ്സിലായി. അതും ഇങ്ങനത്തതൊന്നും കേരളത്തിലൊന്നും കണ്ടിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഭയങ്കര ഇമോഷണലി അറ്റാച്ച്മെൻ്റ് ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. പെറ്റ്സിനെ ഇത്രയും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെ മനസ്സിലായി. നല്ല സന്തോഷമുണ്ട്. നാട്ടിലൊന്നും ഇല്ലാത്തതല്ലേ, അതുപോലെ നാട്ടിൽ ഇതുപോലൊക്കെ കൊണ്ടുവരണമെന്ന് ഉണ്ട്. ഇങ്ങനെ മനുഷ്യന്മാരെങ്ങനെ കാണുന്നത് അതുപോലെ തന്നെ പെറ്റ്സിനെയും കാണുന്നതായിട്ട് തോന്നി. ഈ കല്ലറകളിൽ കൊത്തിവെച്ച വാക്കുകളിൽ തെളിയുന്നുണ്ട് വേർപിരിഞ്ഞെങ്കിലും സ്നേഹത്തിൻ്റെ നൂലിഴകളാൽ കോർത്തുവെച്ച ബന്ധത്തിൻ്റെ ആഴം. തീരാനോവുമായാണ് അരുമകൾ ഉറങ്ങുന്ന ഈ മണ്ണിലേക്ക് ഓരോരുത്തരും എത്തുന്നത്. അവരുടെ ഉള്ളിലെ വിങ്ങലെല്ലാം ഇങ്ങനെ തോരാമഴയായി പെയ്തിറങ്ങുകയാണ്. ബംഗളൂരുവിൽ നിന്നും കെ ബി ശ്രീധരൻ, മാതൃഭൂമി.